കഴിഞ്ഞ ദിവസം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പോട്ടിംഗ് മിക്സ് നമുക്കിനി കുറച്ച് ബോക്സുകളിലും കവറുകളിലൊക്കെ ആയിട്ട് നിറച്ചെടുക്കാം. ഈ തെർമോക്കോൾ ബോക്സസ് ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് എടുത്തു വെച്ചിരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയും ദിവസമായിട്ട് അത് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള ആ ഒരു റൂമിൽ ഇരിക്കുമായിരുന്നു. മണ്ണ് നിറയ്ക്കുന്നതിന് മുന്നേ ഈ ബോക്സുകളിലും കവറുകളിലൊക്കെ ബേസിലായിട്ട് നമ്മൾ കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുക്കണം. ഇന്നലെ പിന്നെ ഒരുപാട് വൈകിയത് കൊണ്ടാണ് ഞാൻ കരിയില എടുക്കാൻ പോകാത്തത്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് കരിയിലയൊക്കെ ഒരു ബോക്സിനകത്ത് എടുത്തു. നമ്മളിനി നിറയ്ക്കുന്ന ബോക്സിലെല്ലാം അത് ബേസിലിട്ട് കൊടുത്തതിന് ശേഷമാണ് മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും കല്ലോ കട്ടയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ എടുത്ത് മാറ്റി കൊടുത്തിട്ട് വേണം മണ്ണ് നിറയ്ക്കാനായിട്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ നടാനായിട്ട് ഈ ബോക്സുകളും കവറുകളും ഒക്കെ നമ്മൾ വാങ്ങിക്കണമെന്നില്ല. പഴയ ചാക്കുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മണ്ണ് നിറച്ചും നടാൻ പറ്റും. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചെടിച്ചട്ടികളിലും കുറച്ചൊക്കെ പച്ചക്കറികൾ നടാൻ പറ്റും. പിന്നെ ഈ പച്ചക്കറികൾ നടുന്നതിനെക്കുറിച്ചും അതിനെ പരിപാലിക്കുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വെറുതെ ഒരു രസത്തിന് ചെയ്യുന്നേ ഉള്ളൂ. ഇനി വഴിയെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ കിട്ടുമായിരിക്കും. എന്തായിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് തക്കാളിയുടെ സീഡും കുറച്ച് വെണ്ടയുടെ സീഡും ഒക്കെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് മാറ്റി നടാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെണ്ടയൊക്കെ ആരും ഇളക്കി നടാറില്ല, അതിന് വിത്ത് തന്നെയാണ് നടുന്നതെന്നുള്ളത്. ഇപ്പോൾ എന്തായിരുന്നാലും ഞാൻ വിത്ത് നട്ട് മുളച്ചു പോയല്ലോ, ഇനി നമുക്ക് മാറ്റി നട്ടല്ലേ പറ്റുള്ളൂ. ഗ്രോ ബാഗ് നമുക്ക് ഓൺലൈനിലൊന്നും വാങ്ങിക്കാൻ പറ്റും. ലിങ്ക് വേണമെന്നുള്ളവർ ലിങ്ക് എന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഫേസ്ബുക്കിലും യൂട്യൂബിലും ആണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.